മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിൽ വരുന്ന ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇഷ്യൂ ഓഫ് മെറ്റീരിയലിൽ വരുന്ന അതിൻ്റെ പ്രോസസ്സായ പർച്ചേസിങ്, റിസീവിങ്, അതേപോലെ സ്റ്റോറിങ് എന്നീ പാർട്ടുകൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം, ആ ക്ലാസ്സും കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിൽ വരുന്ന പർച്ചേസിങ്, അതേപോലെ തന്നെ റിസീവിങ്, അതേപോലെ സ്റ്റോറിങ് എന്നീ ഏരിയ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിൽ വരുന്ന അവസാനത്തെ പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്പാണ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മെറ്റീരിയൽ കെപ്റ്റ് ഇൻ സ്റ്റോർസ് അൾട്ടിമേറ്റ്ലി ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ഓക്കെ, അവർക്ക് ആവശ്യമാകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, ഇഷ്യൂ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ദാറ്റ് ഈസ് എ സൗണ്ട് ഇഷ്യൂ കൺട്രോൾ എൻഷ്യൂർസ് സ്മൂത്ത് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ആൻഡ് ദർബൈ അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, issue control aims at control over all aspects of issue of material ആണ്. There are three aspects in material movement. That is first one, issue to production department, then return from production department, transfer from production department. Okay, അതായത് ഇതിൽ ഇഷ്യൂ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെടുന്ന സമയത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയലിനെ ഇഷ്യൂ ചെയ്യുന്നു. ഇത്തരത്തിൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്, അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്, പ്രോപ്പർ ഓതറൈസേഷൻ ഉണ്ടാകണം, ഇഷ്യൂ വിത്തൗട്ട് ഡിലേ, ദെൻ കെപ്റ്റ് ഇൻ കൺവീനിയൻറ്റ് പ്ലേസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ക്വിക്ക് ഇഷ്യൂ, ദെൻ പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്യണം, പ്രോപ്പർലി റെക്കോർഡ് ചെയ്യണം, പ്രൈസ്ഡ് ആൻഡ് എൻറ്റേർഡ് ഇൻ ടു സ്റ്റോർസ് ലെഡ്ജർ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇഷ്യൂ പ്രൊസീജിയേഴ്സാണ് ഇത്രയും കാര്യങ്ങൾ. ഇനി സ്റ്റോർ കീപ്പർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെറ്റീരിയലിനെ ഇഷ്യൂ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എന്താണ്, മെറ്റീരിയൽ റിക്വിസിഷനാണ്. മെറ്റീരിയൽ റിക്വിസിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. മെറ്റീരിയൽ റിക്വിസിഷൻ ഓതറൈസസ് ദി സ്റ്റോർ കീപ്പർ ടു ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുവാൻ സ്റ്റോർ കീപ്പർ ഓതറൈസ് ചെയ്യുന്ന എന്താണ്, ഒരു ഡോക്യുമെൻ്റാണ് മെറ്റീരിയൽ റിക്വിസിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഫോർമൽ റിക്വസ്റ്റ് സെൻഡ് ടു സ്റ്റോർ കീപ്പർ ഫോർ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. സ്റ്റോർ കീപ്പർക്ക് അയക്കുന്ന ഒരു ഫോർമൽ റിക്വസ്റ്റ് ആണ്, മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി അയക്കുന്ന ഒരു ഫോർമൽ റിക്വസ്റ്റ് ആണ് എന്ത്, മെറ്റീരിയൽ റിക്വിസിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്റ്റോർ കീപ്പർ ഈസ് അലോഡ് ടു ഇഷ്യൂ മെറ്റീരിയൽ ഓൺലി എഗെയിൻസ്റ്റ് റിട്ടൺ മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ട്. ഒരു മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇവിടെ സ്റ്റോർ കീപ്പർ മെറ്റീരിയലിനെ ഇഷ്യൂ ചെയ്യുവാൻ പാടുള്ളൂ. A material requisition contains description of material, quantity required, code number, job for which it is required and columns for entering the rate and amount. Okay, അപ്പോൾ ഇവിടെ മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്റ് റിലേറ്റിംഗ് ടു എന്താണ്, മെറ്റീരിയൽ ഇഷ്യൂ. ദാറ്റ് ഈസ് in the case of material requisition it should be prepared in triplicate. That is 3 copies എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. 1 copy should be sent to stores department, 1 copy to cost department and another copy should be retained by the issuing department. Okay, 3 copies ആണ് എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഒരു മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ടിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് പാർട്ടിൽ മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ട്, ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നു, പിന്നെ ജോബ് നമ്പർ, ഇവിടെ MRN നമ്പർ, ദെൻ അതേപോലെ ഡേറ്റ് കൊടുക്കുന്നു, ദെൻ സീരിയൽ നമ്പർ, കോഡ് നമ്പർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഓക്കെ, ഇത്രയും കോളംസ് ആണ്. ദെൻ ഇവിടെ റിക്വിസിഷൻഡ് ബൈ, ദെൻ ഇഷ്യൂഡ് ബൈ, ദെൻ പ്രൈസ്ഡ് ബൈ, ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്നു. ദെൻ ഇതിൻ്റെ മറ്റൊരു പേരാണ് മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ടിൻ്റെ സ്റ്റോർസ് റിക്വിസിഷൻ നോട്ട് എന്നും എന്ത് ചെയ്യും, ഇതിനെ അറിയപ്പെടും. ഒരു മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തതാണ്, ഇറ്റ് ഓതറൈസസ് ദി സ്റ്റോർ കീപ്പർ ടു ഇഷ്യൂ മെറ്റീരിയൽ. മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, സ്റ്റോർ കീപ്പറെ ഓതറൈസ് ചെയ്യുന്നു. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് എ റിട്ടൺ റെക്കോർഡ്, ഒരു റിട്ടൺ റെക്കോർഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫ് ഓൾ ദി മെറ്റീരിയൽസ് റിക്വിസിഷൻഡ്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിക് ഡോക്യുമെൻറ്റ്, ഒരു ബേസിക് ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്
for making entries in the bin guard and stores ledger. ഓക്കെ, സാധാരണ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ നടക്കുന്ന മൂവ്മെൻറ്റിൽ ഒന്നാമത്തെ പറഞ്ഞു ഇഷ്യൂ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ അതേപോലെ അതിൽ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു റിട്ടേൺ ഓഫ് മെറ്റീരിയൽ ടു സ്റ്റോർസ്. ഓക്കെ, ദറ്റ് ഈസ് വെൻ ദർ ഈസ് എക്സസ് ഓർ ഡാമേജ് ഓഫ് മെറ്റീരിയൽ ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിൽ റിട്ടേൺ ദാറ്റ് മെറ്റീരിയൽ ടു ദി ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. ദറ്റ് ഈസ് നോൺ ആസ് return of material to the stores. When materials are returned by production department to the storeroom, particulars of material returned are entered in a document that is known as a material returned note അല്ലെങ്കിൽ കോൺട്രാ റിക്വിസിഷൻ നോട്ട് എന്നും അറിയപ്പെടും. ഇനി ഷോപ്പ് ക്രെഡിറ്റ് നോട്ട് എന്നും അറിയപ്പെടും. അതേപോലെ തന്നെ സ്റ്റോർസ് ഡെബിറ്റ് നോട്ട് എന്നും ഇതിനെ അറിയപ്പെടും. സാധാരണ ഈ ഒരു മെറ്റീരിയൽ റിട്ടേൺഡ് നോട്ടിൻ്റെ 3 കോപ്പിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിലൊരു കോപ്പി സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റും മറ്റൊന്ന് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിനും, ഒരു കോപ്പി എന്ത് ചെയ്യുന്നു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതിനെ കീപ്പ് ചെയ്യുന്നു. ഇത്തരത്തിൽ 3 കോപ്പിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞു മറ്റൊരു ആസ്പെക്ട്സ് ആണ് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് ചില സമയത്ത് മെറ്റീരിയൽ എക്സസ് ആയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂയിങ് ഡിപ്പാർട്ട്മെൻറ്റിന് സെൻഡ് ചെയ്യുന്നതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് അതിന് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യും ട്രാൻസ്ഫർ ചെയ്യും. ഇതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സംടൈംസ് എക്സസ് മെറ്റീരിയൽസ് ഇൻ എ ഡിപ്പാർട്ട്മെൻറ്റ് മേ ബി നീഡഡ് ബൈ another department. In such cases, instead of returning to the storeroom, the excess material may be transferred to the department which needs them. Okay, that is, transfer of material should be done only with the prior permission. Such interdepartmental transfers of material should be entered in a document that is known as material transfer note. Okay, ഒരു മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് എന്ന് പറയുന്ന ഒരു നോട്ടിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. അതായത് മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് ഈസ് എ റെക്കോർഡ് ഓർ ഡോക്യുമെൻ്റ് യൂസ്ഡ് ടു റെക്കോർഡ് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ്. Copies of material transfer note are sent to stores department and cost department to make necessary adjustment in stores records. Okay, then ഇതിൽ വരുന്ന മറ്റൊരു ഡോക്യുമെൻ്റ് ആണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഓൾ ദി മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് റിക്വയർഡ് ഫോർ എക്സിക്യൂട്ടിങ് എ ജോബ് ഓർ എ വർക്ക് ഓർഡർ. അതായത് ഒരു വർക്ക് ഓർഡർ അല്ലെങ്കിൽ ജോബ് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായ എല്ലാ മെറ്റീരിയലിൻ്റെയും ലിസ്റ്റിനെയാണ് നമ്മൾ ബിൽസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് കണ്ടെയ്ൻസ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി ആൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് ദി മെറ്റീരിയൽസ് ആൻഡ് കോമ്പണൻസ് റിക്വയർഡ് ഫോർ എ പെർട്ടിക്കുലർ ജോബ് ഓർ വർക്ക് ഓർഡർ. ഓക്കെ, അപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഓൾ ദി മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് റിക്വയർഡ് ഫോർ എക്സിക്യൂട്ടിങ് എ ജോബ് ഓർ വർക്ക് ഓർഡർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ്യൂ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ ആസ്പെക്ട്സ് ഓഫ് ഇഷ്യൂ കൺട്രോൾ, ദെൻ ഇഷ്യൂ പ്രൊസീജിയേഴ്സ് എന്താണ്, അതേപോലെ തന്നെ മെറ്റീരിയൽ റിക്വിസിഷൻ എന്താണ്, മെറ്റീരിയൽ റിക്വിസിഷൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത്, എത്ര കോപ്പീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ആർക്കൊക്കെ സെൻഡ് ചെയ്യണം, ഇനി അതേപോലെ അഡ്വാൻറ്റേജ് ഓഫ് മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ട്, റിട്ടേൺ ഓഫ് മെറ്റീരിയൽ ടു ദി സ്റ്റോർസ്, ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ, അതേപോലെ തന്നെ ബിൽ ഓഫ് മെറ്റീരിയൽ. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്